ബാത്റൂമിൻ്റെ വോൾ ടൈൽസ് കഴുകുക, കാർപ്പറ്റ് കഴുകുക. ഇത് ഭയങ്കര തലവേദനയുള്ള ഒരു കാര്യമാണല്ലേ. സ്പെഷ്യലി പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഈ വയറും വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ? അവരൊക്കെ വരും കേട്ടോ, ആഴ്ചയിൽ 2 ദിവസം ബാത്റൂമും എല്ലാം ക്ലീൻ ചെയ്യാനായിട്ട്. പക്ഷേ കാർപ്പറ്റൊന്നും കഴുകില്ല കേട്ടോ. ഇതൊക്കെ മിഥുന് ചെയ്തുകൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ കോട്ടേജിൽ നല്ല ബിസി ആയതുകൊണ്ട് തന്നെ അവൻ രാവിലെ പോയിട്ട് വൈകുന്നേരം വരുള്ളൂ. അപ്പോൾ ഇവിടുന്ന സമയം പിന്നെ ഇവിടുത്തെ വെയിലിന് വിശ്വസിക്കാൻ പറ്റില്ല. ഇന്നിപ്പോൾ വെയിലുണ്ടെന്ന് വെച്ചിട്ട് നാളെ വെയിൽ കിട്ടണമെന്നില്ല. അങ്ങനെയുണ്ടേ ഒരു കാര്യം. അതുകൊണ്ട് ഏട്ടന് ഓൺലൈൻ ആയിട്ടുണ്ടല്ലോ ഒരു ബാറ്ററി പവർഡ് വാട്ടർ ജെറ്റ് അങ്ങോട്ട് മേടിച്ചു. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഓപ്പൺ ബോക്സ് ഡെലിവറി കിട്ടും കേട്ടോ. അതായത് നമ്മുടെ വീട്ടിൽ ആള് വന്ന് പെട്ടി തുറന്ന് കാണിക്കും ഇന്ന സാധനങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ. നമുക്ക് അവരുടെ മുന്നിൽ വെച്ചിട്ട് തന്നെ ഇതിങ്ങനെ യൂസ് ചെയ്ത് നോക്കുകയും ചെയ്യാം കേട്ടോ. ടൂൾ ബോക്സ് ഒക്കെ മാതിരി ഒരു കിറ്റാണ്. അതിൻ്റെ ഉള്ളിൽ ഒരു വലിയ ഗണ്ണ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ അറ്റത്ത് വെക്കാനായിട്ട് വലിയൊരു പൈപ്പ് ഉണ്ടായിരുന്നു. അതിൽ കണക്ട് ചെയ്യാനായിട്ട് 2 കുഞ്ഞു നോബ് ഉണ്ടായിരുന്നു, 2 ബാറ്ററി, അതിൻ്റെ ചാർജർ, ഈ ഗണ്ണിൽ അറ്റാച്ച് ചെയ്യാനായിട്ട് ഒരു വലിയ പൈപ്പ്, അതിൻ്റെ അറ്റത്താണെങ്കിൽ ഒരു കുഞ്ഞു മോട്ടറും. ഇനി ഈ വാട്ടർ ജെറ്റ് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കാന്ന് അറിയണ്ടേ? ഒരു ബക്കറ്റിൽ ഇച്ചിരി കോളം വെള്ളം എടുക്കുക, എന്നിട്ട് ഈ മോട്ടർ അതിൻ്റെ ഉള്ളിലോട്ട് മുക്കി കിടത്തുക. നെക്സ്റ്റ് ഗണ്ണിൽ ബാറ്ററി ഫീഡ് ചെയ്യുക, സ്വിച്ച് ഓൺ ചെയ്യുക, യൂസ് ചെയ്യുക. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഞങ്ങൾ നാട്ടിൽ വാട്ടർ ജെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് ഇലക്ട്രിക് ആണ് കേട്ടോ. അത് ഇച്ചിരി ഭാരം ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് യൂസ് ചെയ്യാനൊക്കെ ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നിയിരുന്നു. ഇതിപ്പോൾ കുഴപ്പമില്ല, ബക്കറ്റ് വെള്ളം കുറച്ചങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെച്ചാൽ മതിയില്ലേ. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ ഉദ്യമം എന്ന് പറയുന്നത് ബാത്റൂം കഴുകലാണ് കേട്ടോ. അപ്പോൾ ഈ കിറ്റിലെ ഒരു സോപ്പ് ഡിസ്പെൻസർ കൂടി ഉണ്ട് കേട്ടോ. അത് ഈ നീളത്തിൽ നിൽക്കുന്ന പൈപ്പിൻ്റെ ഏറ്റവും അറ്റത്ത് അറ്റാച്ച് ചെയ്യണം. സോപ്പും ഇച്ചിരി വെക്കോളം വെള്ളവും നിറച്ചതിന് ശേഷം എന്നിട്ട് അതങ്ങോട്ട് വാൾസിലേക്കൊക്കെ സ്പ്രേ ചെയ്യുക. അപ്പോൾ ഒന്ന് സോക്കായതിനു ശേഷം ഞങ്ങൾ വേറൊരു നോബ് വെച്ചു. ഇതിൽ നേരത്തെ നോബിനെക്കാട്ടിലും നല്ല ഫോഴ്സിൽ സ്പ്രെഡ് ആയിട്ട് വെള്ളം വരും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ സോക്ക് ചെയ്ത സാധനങ്ങളൊക്കെ നന്നായിട്ട് അങ്ങോട്ട് വൃത്തിയാക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾ ബാത്റൂം മാത്രമല്ല കാറും കഴുകിയിട്ടോ ഈ വാട്ടർ ജെറ്റ് കൊണ്ട്. അടിപൊളി ഒരു എക്യുപ്മെൻ്റ് ആണ്, നമുക്ക് എവിടെയും കൊണ്ടുപോകാം. പിന്നെ 2 ബാറ്ററി ഉള്ളതുകൊണ്ട് ഒരെണ്ണം കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ പെട്ടുപോലോ എന്നൊന്നും വിചാരിക്കേണ്ട. ബാറ്ററി റിമൂവ് ചെയ്യാനും അറ്റാച്ച് ചെയ്യാനും ഭയങ്കര ഈസിയാണ് കേട്ടോ. ഈ ഒരു വാട്ടർ ജെറ്റ് മേടിച്ചുകൊണ്ട് തന്നെ എൻ്റെ കുറേ കാലത്തെ തലവേദന ഇങ്ങോട്ട് മാറിക്കിട്ടി. ഈ വാട്ടർ ജെറ്റിന് 1200 രൂപയായി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഇലക്ട്രിക്കിനെക്കാട്ടിലും നല്ലത് ബാറ്ററിയാണ്, സ്പെഷ്യലി ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കായാലും ട്രാവൽ ചെയ്യുന്നവർക്കായാലും.